ഹലോ ഫ്രണ്ട്സ്, വേണ്ടോ നല്ലൊരു ചമ്മന്തി അരയ്ക്കാൻ പോവാണ് ഞാൻ. നിങ്ങളൊക്കെ അരയ്ക്കുന്നുണ്ടാവും, എന്നാലും കാണിക്കാം. നമ്മുടെ വറ്റൽമുളകാണ് കേട്ടോ. കുറച്ചേ എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും എടുത്തിട്ടില്ല. ഇനി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്ത് വെച്ചതാണ്. ഇത് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി. നിങ്ങളെന്താ പറയുക, കൊച്ചുള്ളി എന്നൊക്കെ പറയുന്നത്. ആ ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചത്. ഒരല്പം പുളി, പിന്നെ കുറച്ച് ഉപ്പ്. ഇന്നലെ ഉണ്ടാക്കിയിരുന്നു. ഇതിന് നമ്മൾ കൈ കൊണ്ട് ഉടച്ച് തിരുമ്മി ഉണ്ടാക്കാറുണ്ട്. അപ്പം മുളക് ശരിക്കും അങ്ങോട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി, കൈ കൊണ്ട് ഉടച്ചിട്ട്. വെളിച്ചെണ്ണയാണ് ഇത് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ആദ്യം തിരിക്കാം കേട്ടോ. കയ്യൊക്കെ എരിയും. ആദ്യമായിട്ട് ചെയ്യണവർക്കൊക്കെ കൈ നല്ല എരിവുണ്ടാവും. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചു. അത് ചൂടാക്കിയിട്ടില്ല കേട്ടോ. മുളക് മാത്രമേ വറുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഇത്ര പൊടി വേണമെന്ന് എനിക്കറിയില്ല. കുറച്ചിടാം മതി. കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. വെള്ളം ചേർക്കണം എന്നില്ല. ആണെങ്കിൽ മാത്രം അരയാൻ വേണ്ടി ഒരു ഉള്ളി വെട്ടി. ഇങ്ങനെ ആവാൻ പാടുള്ളൂ, കൂടുതൽ അരയാൻ പാടില്ല. നമ്മൾ കൈ കൊണ്ട് തിരുമ്പിയെടുക്കുന്ന അതേപോലെയാവും. ഉണ്ട നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കമ്മിയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതൊന്ന് ഇട്ടിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് ഇളക്കുക. പിന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുകയൊന്നും വേണ്ട. ഈ പാത്രത്തിലുള്ള എണ്ണ മാത്രം ഒന്ന് ഇതാക്കിയാൽ മതി. കാരണം നല്ല വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. എണ്ണ അധികം കൂട്ടാൻ പാടില്ല. തലേ ദിവസത്തെ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ അതും കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് ഇതും ഉണ്ടെങ്കിലുണ്ടല്ലോ, എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം നമുക്ക്. അത്രയും ടേസ്റ്റായിരിക്കും. ഇന്നലെ ഇതുപോലെ കൈ കൊണ്ട് ഉടച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇന്നൊന്ന് അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. അത് അതേ ടേസ്റ്റാണ്. നല്ല എളുപ്പമല്ലേ ഇത്. എളുപ്പത്തിലുള്ളൊരു ചമ്മന്തിയാണ്. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ദോശയ്ക്കാണെങ്കിലും ഇതെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.